ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ ഇന്ന് പകൽക്കാലമായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തയേശുവിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ശാന്തമായ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒന്ന് രണ്ട് ചിന്തകൾ വേഗത്തിൽ ദൈവാത്മാവ് നൽകിയ സമയത്തിനകത്ത് വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആഴമേറിയ ഒത്തിരി ചിന്തകൾ, ഒത്തിരി ധ്യാനങ്ങൾ, ആഴമേറിയ ഒത്തിരി സന്ദേശങ്ങളൊക്കെ നമ്മൾ ഈ വചനവുമായുള്ള ബന്ധത്തിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അകത്ത് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ്, ഒരു കഥാപാത്രമാണ് 12 വർഷമായി രക്തസ്രാവത്താൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ സൗഖ്യം. മുഖവരകളില്ലാതെ, ആമുഖങ്ങളില്ലാതെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒരു ചിന്ത മാത്രം വേഗത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഈ 8-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങൾ അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു അത്ഭുതമാണ് നമ്മൾ വായിച്ച വചനമെന്ന് പറയുന്നത്. ആ അധ്യായത്തിനകത്ത് തന്നെ ഒരു മകളെ ഉയർപ്പിച്ചതിന് ശേഷം കർത്താവിൻ്റെ യാത്രയാണ് നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നത്. ആ യാത്ര മധ്യേ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഒത്തിരി ജനക്കൂട്ടമുണ്ട്, ഒത്തിരി ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും ആ സന്ദർഭത്തിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ആ യാത്രയുടെ മധ്യേ 12 വർഷമായി രക്തസ്രാവം പിടിച്ച അല്ലെങ്കിൽ രോഗത്താൽ ബാധിക്കപ്പെട്ട സ്ത്രീ. ആ വചനം നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു യേശു സഞ്ചരിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ കഥ അല്ലെങ്കിൽ ആ ചരിത്രം പറയുന്നത് 12 വർഷമായി പല വൈദ്യരാലും ചികിത്സിച്ചിട്ട് ഭേദമാകാതെ അവളെ പിന്തുടരുന്ന ഒരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. വൈദ്യനാൽ ചികിത്സിക്കപ്പെടുക മാത്രമല്ല, ആ രോഗത്തിൻ്റെ പ്രത്യേകത, ആ രോഗം അവളിൽ നിന്ന് രക്തത്തെ ഊറ്റിയെടുക്കുകയാണ്. അവളുടെ ശരീരത്തിനകത്തുള്ള രക്തത്തെ ഊറ്റിയെടുക്കുന്ന എന്ന് പറഞ്ഞാൽ 1-2 ഒരാഴ്ചയല്ല, അല്ലെങ്കിൽ 2 ആഴ്ചയല്ല, 1 മാസമല്ല, 1 വർഷമല്ല, കഴിഞ്ഞ 12 വർഷമായി അവളിൽ നിന്ന് ആ രക്തത്തെ ചോർത്തിക്കളയുന്ന ഒരു രോഗം. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിനുള്ള രക്തത്തെ മുഴുവനും ചോർത്തി അവളെ ഒരു രോഗാവസ്ഥയിലാക്കി. ഇനി ഒരിക്കലും ചലിക്കാൻ കഴിയാതെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ, പല വൈദ്യന്മാരിലും പല നന്മകൾ മുഴുവനും വൈദ്യന് കൊടുത്ത് വൈദ്യനിൽ ആശ്രയിച്ചു പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ വ്യത്യസ്തമായ തലത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറുഭാഗത്ത് 12 വർഷമായി ചികിത്സിച്ചിട്ട് സൗഖ്യം കാണാൻ കഴിയാതെ ഒരു സ്ത്രീ നിൽക്കുമ്പോൾ, മറുഭാഗത്ത് പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചിട്ട് വരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഭൂമിയിൽ പ്രവർത്തിച്ച് ശിഷ്യന്മാരെ ദൈവവചനത്തിനകത്ത് ഉറപ്പിച്ച് വരുന്ന നസ്രയനായ യേശുവിനെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് സകലതിനെയും പരാജയം കാണുമ്പോൾ, മറുഭാഗത്ത് സകലത്തെയും ജയിച്ചൊരു കർത്താവിനെ കാണുകയാണ്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോഴോ ഒരുപക്ഷെ വൈദ്യനിൽ ആശ്രയിച്ച് പരാജയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം.
ഒരു പക്ഷെ വ്യക്തികളിൽ ആശ്രയിച്ച് പരാജയപ്പെട്ടു പോയ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ലോകത്തിൽ എന്തിലൊക്കെ ആശ്രയം വെച്ച് പാലങ്ങളായി ജീവിതം തകർന്നു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്തൊരു കർത്താവുണ്ട്. ആ കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് പകൽക്കാലം എൻ്റെ പ്രസംഗത്തിന്റെ വിഷയം. ഇന്ന് പകൽ ആ കർത്താവിന്റെ പ്രത്യേകത, അവൻ പരാജയങ്ങളെ നികത്തി പരാജയങ്ങൾക്കകത്ത് അത്ഭുതങ്ങളെ വെളിപ്പെടുത്താൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് അവിടെ പറയുന്ന ഒരു പദമുണ്ട്, ശിഷ്യന്മാരോട് പറയുന്ന ഒരു പദമുണ്ട്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അർത്ഥം, കർത്താവ് ഒരു ശക്തിയുടെ കേന്ദ്രമായിരുന്നു. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് യേശു ശക്തിയാൽ നിറയപ്പെട്ടവനല്ല. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. ആമേൻ. പക്ഷേ അവൻ ശക്തിയാൽ നിറയപ്പെട്ടവൻ മാത്രമല്ല, അവൻ ശക്തിയുടെ ഉറവിടമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഇന്ന് പകൽ നമ്മിൽ വെളിപ്പെട്ട ദൈവശക്തി നമ്മൾ നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിലോ ഒരു ഗ്ലാസ്സിലോ വെള്ളം നിറയ്ക്കുന്നത് പോലെ അവൻ ശക്തിയാൽ നിറയപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം പറയുന്നു, ഈ അത്യുന്നത ശക്തിയൻ സ്വന്തമല്ല എന്ന് വരേണ്ടത് ഇനി മൺപാത്രങ്ങളുടെ മേൽ അവൻ പകർന്നിരിക്കുകയാണ്. ഇത് കേവലം ശക്തിയല്ല, ഇത് അത്യുന്നത ശക്തിയാണ്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം പ്രാപിച്ച ശക്തി വെറും ശക്തിയല്ല. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, അത് അത്യുന്നത ശക്തിയാണ്. അതൊന്ന് പറഞ്ഞേ, അത്യുന്നത ശക്തിയാണ്. ആ പദം ഒന്ന് പറഞ്ഞേ, അത്യുന്നത ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഈ മൺകൂടാരങ്ങളുടെ മേൽ നിറഞ്ഞത് അത്യുന്നത ശക്തിയാണെങ്കിൽ, ഈ അത്യുന്നത ശക്തിയുടെ ഉറവിടമാണ് സാക്ഷാൽ യേശു ക്രിസ്തു. ഇവൻ യേശു ക്രിസ്തു ശക്തിയാൽ നിറയപ്പെട്ടവനല്ല, അവൻ ശക്തിയുടെ ഉറവിടമാണ്. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവം കേവലം ശക്തിയാൽ നിറയപ്പെട്ടവനല്ല, നിന്റെ വിഷയങ്ങളെ മറുപടി തരാൻ കഴിയുന്ന ശക്തിയുടെ ഉറവിടമാണെങ്കിൽ, അവൻ ശക്തിയുടെ ഉറവിടമാണെങ്കിൽ, ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന് അവന്റെ കരത്തിൽ, അവന്റെ ശക്തിക്കകത്തു മറുപടി ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ നന്നായി ദൈവത്തെ സ്തുതിച്ചോണ്, ദൈവത്തെ നന്നായി ആരാധിച്ചോണ്. നിന്റെ മറുപടികളുടെ സകലത്തിന്റെ സ്റ്റോർ ഹൗസ് യേശു ക്രിസ്തുവാണെങ്കിൽ, ഇന്ന് പകൽ ആ കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചിട്ടേ നീ മടങ്ങാവൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് പോലെയല്ല. കർത്താവിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ഒന്നും അല്ലെന്ന് നമുക്ക് തോന്നും. ഏതുമല്ലെന്ന് തോന്നും. നമ്മെ ഭാരപ്പെടുത്തുന്നതായിരിക്കാം, നമ്മളെ ആകുലപ്പെടുത്തുന്നതായിരിക്കാം, പല വൈദ്യന്മാരെ കൊണ്ടും ചികിത്സിച്ചിട്ട് കഴിയാത്തതായിരിക്കാം. പക്ഷെ സ്നേഹത്തോടെ ഞാൻ ആത്മമറവിൽ പറയട്ടെ, ഇന്ന് പകൽക്കാല കർത്താവിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞ, അവൻ്റെ ശക്തിയുടെ ആഴം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമൊന്നും അല്ലെന്ന് നമുക്ക് തോന്നും. നമ്മൾ വിഷയത്തിന്റെ വലിപ്പം വലുതാക്കി കാണിച്ച് കർത്താവിന്റെ ശക്തിയെ നമ്മൾ കുറച്ച് കാണിക്കുകയാണ്. ഇന്ന് പകൽ ഈ കർത്താവിന്റെ ശക്തിയുടെ പ്രത്യേകത ഞാനൊന്ന് പറയാൻ പ്രിയരെ, ഈ കർത്താവിന്റെ ശക്തിയുടെ പ്രത്യേകത, അവന്റെ മേൽ വ്യാപരിച്ചിരുന്ന അല്ലെങ്കിൽ ശക്തിയുടെ ഉറവിടമായിരുന്ന കർത്താവ് പാഴും ശൂന്യവുമായ ഭൂമിയെ നോക്കി സകലത്തെയും ഒറ്റ വാക്കിൽ വിളിച്ചു വരുത്തിയെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഈ കർത്താവിൽ വ്യാപരിച്ചിരുന്ന അല്ലെങ്കിൽ കർത്താവിൽ വെളിപ്പെട്ടിരുന്ന, കർത്താവിൽ ഉണ്ടായിരുന്ന ശക്തിയുടെ പ്രത്യേകത ഒറ്റ വാക്കിലാണ് ഈ ഭൂമിയെ സകലത്തെയും സൃഷ്ടിച്ചതെന്ന്. കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞൊരു പദമുണ്ട്. ഈ ഭൂമിയിൽ ഭൂമിക്ക്
ഭൂമിക്ക് വെളിച്ചം നൽകുന്ന രാത്രി, ചെറിയ വെളിച്ചമെങ്കിലും നൽകുന്ന ചന്ദ്രനോളം പോകുന്ന 130 ചന്ദ്രന്മാർ, 130ലധികം ചന്ദ്രന്മാർ ഈ യൂണിവേഴ്സിനകത്തുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇന്ന് പകൽക്കാലം നിനക്കറിയാൻ കഴിയാത്ത നിനക്കറിയാൻ കഴിയാത്ത ആഴമേറിയ സൃഷ്ടിയുടെ പിന്നിൽ ഒറ്റ വാക്കാണ് വെളിപ്പെട്ടതെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ കാര്യം നിസ്സാരമാണ് കേട്ടോ. ഇന്ന് പകൽ ഒറ്റ വാക്കിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു എങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മമറവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില സൃഷ്ടിപ്പുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ക്രിയേറ്റീവ് മിറക്കിളുകൾ നിന്റെ ജീവിതത്തിനകത്ത് ഈ 2026 ദൈവം വെളിപ്പെടുത്താൻ ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം വ്യക്തമായി ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. എന്നെ കാണിച്ചൊരു വെളിപ്പാട്, നീ പോയി പ്രസംഗിക്ക്. ചില ക്രിയേറ്റീവായിട്ടുള്ള അത്ഭുതങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ ചില ഭവനങ്ങൾക്കകത്ത് ദൈവം ചെയ്യാൻ പോകുകയാണ്. 2026 ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ. യെസ്, ചുമ്മാ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞു പോകരുത്. ഇന്ന് പകൽ ഹൃദയത്തിനകത്ത് ഈ വചനം കയറണം. ഹൃദയത്തിനകത്ത് ഈ വചനം കയറണം. ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ശരീരത്തിനകത്ത് ചില നാളുകളായി വഹിക്കുന്ന ചില രോഗങ്ങളെ എൻ്റെ ദൈവം ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുക. ചിലവിൻ്റെ ജീവിതത്തെ തന്നെ, ചിലവിൻ്റെ ഭാവിയെ തന്നെ, ചിലവിൻ്റെ മുൻപോട്ടുള്ള യാത്രകളെ തന്നെ ഒതുക്കിയ ചില ഇരുട്ടിൻ്റെ അറമാനഘടകധരാറികൾ കമന ബലഘടകധരാറികൾ കമന ബലഘട അർത്ഥമാന ധാര 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 ചാരീബര വൈഡബരം തുര വൈഡബരം ധ ശബാല ഘടകധാരബരം തുര വൈഡബരം ധ അർത്ഥമാന ഹിബാരാബ അർത്ഥമാന ധാര 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 ഘടകശാര അർത്ഥമാന ധാര ധാര ധീര വക്ഷബാല ഘടക റീമനാദരം ശബാല ഘടക ധാര 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 ശബാര ബല ഘടക ധരാറികൾ ഖമന ബല ഘടക അർത്ഥമാനകൾ ഖമന ബല ഘടക ധരാറികൾ ഖമന ബല ഘടക അർത്ഥമാന ധാര 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 ധീര മൻഷഖാബരാദ അർത്ഥമാന ധീര ധാര ഘടക ധാര ധീര വക്ഷ അർത്ഥമാന ആ ശക്തിയുടെ പ്രദർശനശാലിയായി ഈ പകൽക്കാലം മുതൽ, ഈ ജൂലൈ മാസം മുതൽ, ഈ 5ാമത്തെ പകൽക്കാലം മുതൽ ഞങ്ങളുടെ ആലയം മാറട്ടെ. ഇതുവരെ കണ്ടവല്ല ദൈവശക്തിയുടെ പ്രദർശനമായി ഈ പകൽക്കാല രോഗികൾ സൗഖ്യമാകുന്ന, ഭൂതങ്ങൾ പുറത്തു പോകുന്ന, അത്ഭുത രോഗശാന്തികൾ വെളിപ്പെടുന്ന, വീര്യപ്രവർത്തികൾ വെളിപ്പെടുന്ന ഒരു ആലയമായി ഈ ആലയം തീരപ്പെടട്ടെ. ഇന്ന് പകൽ ചിലവിന്റെ അപരങ്ങളെ ദൈവം തുടങ്ങണം. ചിലവിന്റെ അപരങ്ങളുടെ കെട്ടിനെ ദൈവം പൊട്ടിക്കണമേ. ചിലവിന്റെ കൈകാലുകളുടെ മേൽ കെട്ടിയ ചില ഇരുട്ടിന്റെ മാസ്റ്റർ പ്ലാനുകള് എന്റെ ദൈവം ബ്രേക്ക് ചെയ്യണമേ. ഇതുവരെ കാണാത്തൊരാത്മതല ഇന്ന് പകൽക്കാല കാണത്തക്ക നിലവാരത്തിൽ ആരും മൗനമായിരിക്കരുത്. കരം കൊണ്ടുവന്നവരെല്ലാം കരമടിച്ച് തന്നെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഇന്ന് പകൽ ഒരു ശക്തിയുടെ പ്രദർശനമായി ഈ ആലയം വെളിപ്പെട്ടു വരികയാ. നിന്റെ പാട്ട് മാറും കേട്ടോ, നിന്റെ ആരാധന മാറും കേട്ടോ, നിന്റെ ശുശ്രൂഷ മാറും കേട്ടോ, നിന്റെ പ്രവചനത്തിന്റെ ശൈലി മാറും കേട്ടോ. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ക്രിയേറ്റീവായിട്ട് ചിലത് അങ്ങനെ തന്നെ ദൈവം അവനോട് പറയുന്നു. ആമേ, ശക്തിയുടെ ഇങ്ങനെ പാടിയാ മതി, ഇങ്ങനെ ആരാധിച്ച മതി, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. നോ 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 നോ, ഈ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ ശക്തിയെ പ്രദർശിപ്പിക്കുമ്പോ അർത്ഥമാന ധാരകൾ ഖമന ബല ഘടക ബരാരകൾ അർത്ഥമാന ധീര ധാര വൈഡബാന
ശബാല ഘടക ഭാര ധീരജാല ഘടക ധാര ഉടബാര ശബാല ഘടക ബരാറികൾ ഖമന ബല ഘടക ശബാര ബല ഘടക ദിമാന ബല ഘടക ദരാറികൾ ഖമന ബല ഘടക ശബാർ. ഹല്ലേലൂയ. പ്രിയരേ, ഹൃദയം തുറന്ന് ഞാൻ സംസാരിക്കട്ടെ. പലരും ആരാധനയ്ക്ക് വരുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെ ദൈവശക്തി ചോർന്നുപോയി, എവിടെയൊക്കെ ദൈവശക്തി ചോർന്നുപോയി, എവിടെയൊക്കെ ദൈവത്തോടുള്ള വിശ്വാസത്തെ ശാത്താൻ ചോർത്തിക്കളഞ്ഞു. ഇവിടെയൊക്കെ വന്നിരുന്ന് ആരാധിക്കുന്നുണ്ടെങ്കിൽ കേവലം ചടങ്ങിന് മാത്രമായി. ആമേൻ. ഒരു ആരാധന മാത്രമല്ല, സകല ആരാധനകളും മാറി. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തിയെ ചോർത്തിക്കളയരുത്, ദൈവകൃപയെ ചോർത്തിക്കളയരുത്. നിനക്ക് ചിന്തിക്കാൻ കഴിയുമവല്ല ഈ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നിനക്ക് ചിന്തിക്കാൻ കഴിയുമതിൽ അധികമായി വ്യാപരിക്കുന്ന ശക്തിയാണ് ദൈവത്തിന്റെ ശക്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവശക്തി പ്രാപിച്ചവരാണ് അന്ത്യർക്കോണത്തിനും ആരാധിക്കുന്ന ഈ ദൈവജന. ഇവിടെ ഇരുന്ന് നിങ്ങൾ ആരാധിച്ചാൽ മതി കുഞ്ഞ്. കിലോമീറ്ററുകൾക്കപ്പുറം ദൈവത്തിന്റെ വിടുതൽ ചലിക്ക്, ദൈവരാജ്യത്തിന്റെ മകത്ത്. അവൻ അവിടെ ഇറങ്ങ്. നീ ഇവിടെ ഇരുന്ന് സ്തുതിച്ചാ മതി. നിന്റെ ഭവനത്തിനകത്ത് ഈ ശക്തി വ്യാപരിക്ക. പ്രിയരെ, ചുമ്മാതല്ല ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചത്. അവനൊരു ശക്തിയുടെ കേന്ദ്രമായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവനൊരു പവർ ഹൗസ് ആയിരുന്നു, പവർ ഹൗസ് ആയിരുന്നു. ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ഒരു വൈദ്യുതി വേഗത്തിൽ കട്ടാകുക, ലൈനെല്ലാം കട്ടാകുക, ഈ ലൈറ്റുകളെല്ലാം സിസ്റ്റം എല്ലാം സ്റ്റക്കാവും. ആമേൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റർ ഒന്ന് കണക്ട് ചെയ്യും. എന്ത് ചെയ്യും? ജനറേറ്റർ കണക്ട് ചെയ്യും. ജനറേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഈ നിന്നുപോയതെല്ലാം തിരികെ വെളിച്ചത്തിലേക്ക് വരും. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് ആണ്. ഹലോ, ഒരു പവർ ഹൗസ് ആയാണ്. അതുപോലെയാണ് യേശു ക്രിസ്തു. അവൻ ശക്തിയാൽ നിറയപ്പെട്ടവനല്ല, അവൻ തന്നെയാണ് ശക്തി. ഇന്ന് പകൽ തിരിച്ചറിയ, അവൻ ശക്തിയാൽ നിറയപ്പെട്ടവനല്ല, അവൻ തന്നെയാണ് ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 8 നാം വായിച്ച വാക്യത്തിനകത്ത് ദൈവം പറയുന്ന ഒരു പദമുണ്ട്. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. പ്രിയരെ, അവിടെ ഉപയോഗിച്ച അതേ പദമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് 1:18. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവം പറയുക, യേശു പറയുക, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതേ ഗ്രീക്ക് പദമാണ് അപ്പോസ്തല പ്രവർത്തി 1:18 എന്ന് പറയുക. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോ നിങ്ങൾ ശക്തി. യേശുവിന് ശക്തി ലഭിച്ചതല്ല, യേശുവാണ് ശക്തിയുടെ ഉറവിടം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ആമേൻ. പക്ഷേ പരിശുദ്ധാത്മാവിൽ ശക്തി ആർക്ക് പ്രാപിക്കാൻ കഴിയും? പുതുനിയമ സഭയ്ക്ക് പ്രാപിക്കാൻ കഴിയും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡുനാമീസ് എന്ന് പറയുന്ന വാക്കാണ്. ഡുനാമീസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. ആമേൻ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ 12 വർഷമായി രക്തസ്രാവം പിടിച്ച സ്ത്രീ യേശുവിന്റെ തങ്ങലിൽ തൊട്ടപ്പോൾ, യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറയുന്ന പദവും ഡുനാമീസ് എന്ന് പറയുന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡുനാമീസ് എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥ മലയാളം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നാം പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട്. അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവശക്തി. ഹലോ, ആ ശക്തിയുടെ പ്രത്യേകത, ആ പദത്തിന്റെ പ്രത്യേകത, ഇത് കേവലം ശക്തിയല്ല,
രണ്ട് കൈയടിച്ചിട്ട് പോകാനുള്ളതല്ല, രണ്ട് അന്യഭാഷ പറഞ്ഞിട്ട് പോകാനുള്ളതല്ല, വിശ്വാസത്താൽ ചിലത് പിടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് അവിശ്വാസം പറയുന്ന ശക്തിയല്ല. ഈ ശക്തിയുടെ പ്രത്യേകത, ഈ ശക്തി വെളിപ്പെട്ടാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇത് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ശക്തിയല്ല. നിങ്ങൾ എൻ്റെ കൂടെ കേൾക്കണം, ഗൗരവമായി കേൾക്കണം. ഇത് അത്ഭുതങ്ങളെ സംഭവിപ്പിക്കുന്ന ശക്തിയല്ല. എന്ന് പറഞ്ഞാൽ ഒരു രോഗി വന്നു, അവിടെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി, നല്ലതാണ്. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു, അവിടെ നടന്നു. പക്ഷെ ഈ ശക്തിയുടെ പ്രത്യേകത അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതാണ്. ഈ ശക്തിയുടെ പ്രത്യേകത അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവശക്തിയാണ്. ഇന്ന് പകൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കണമെങ്കിൽ എന്തു സംഭവിക്കണം? അവിടെ എന്തോ ഇല്ലാത്തത് ഉണ്ടാകണം. ഹലോ, എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിനകത്ത് എന്തില്ലയോ അതിനെ സൃഷ്ടിച്ചാൽ മാത്രമേ അതിനെ സൃഷ്ടിയെന്ന് കർത്താവ് എന്ത് ചെയ്തു? ഭൂമിയെയും ആകാശത്തെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചു. ഭൂമിക്ക് കിഴക്ക് ഏദേൻ എന്ന് പറയുന്ന ഒരു തോട്ടത്തെയും സൃഷ്ടിച്ചു. പക്ഷെ അവിടെ എന്തില്ല? അവിടെ ജീവിക്കാൻ മനുഷ്യനില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം നിലത്തിലെ പൊടി കൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കുമ്പോഴാണ് അതിനെ സൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഇല്ലാത്തതിനെ ഉണ്ടാക്കുമ്പോഴാണ് അതിനെ സൃഷ്ടി എന്ന് വിളിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, നിനക്കെന്തില്ലയോ അതിനെ സൃഷ്ടിച്ചു തരാൻ കഴിയുന്ന ദൈവമാ. നിന്റെ വീട്ടിനകത്ത് ശത്രു എന്ത് അപകരിച്ചോ അതിനെ തിരിച്ചു തരാൻ കഴിയുന്ന ദൈവമാ. നിന്റെ ശരീരത്തിനകത്ത് എന്താണോ ശത്രു കൊണ്ടിട്ടത് അതിനെ തിരിച്ചു തരാൻ കഴിയുന്ന ആരോടൊക്കെ ദൈവം വ്യക്തമായി ഇടപെടുക, ചുമ്മാ പ്രസംഗിച്ചു പോകുകയല്ല. ഈ വചനം ലിറ്ററലി ആരുടെയൊക്കെ ഭവനത്തെ തൊടുക. കുഞ്ഞ്, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഭാവിയെ എന്റെ ദൈവം നിനക്ക് സൃഷ്ടിച്ചു വരും. ഈ വചനം ആരൊക്കെ തൊടുക? നിന്റെ പൊട്ട ബുദ്ധിക്ക് അതീതമായി. അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, ഈ ചാരത്തുനിന്ന് എനിക്ക് തലമുറകളെ. അബ്രഹാം പറയണം, ഈ ചാരത്തുനിന്ന് എനിക്കൊരു തലമുറയെ തരുമെന്നല്ല പറഞ്ഞ്, ഈ ചാരത്തുനിന്ന് എനിക്ക് തലമുറകളെ തരാം. ആ വിശ്വാസം ഇതിനകത്ത് വെളിപ്പെടട്ടെ. അബ്രഹാമിനറിയാം, അവൻ ആരാധിക്കുന്ന ദൈവം, അവൻ സ്തുതിക്കുന്ന ദൈവം, അവൻ വിളിയേറ്റിറങ്ങി തിരിച്ച ദൈവം ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന. എനിക്കറിയില്ല എന്തൊക്കെ ദൈവം ചെയ്യുക, എന്തൊക്കെ ഈ പട്ടണത്തിനകത്ത് ദൈവം ചെയ്യുക. അർത്ഥബാല അടബരാംഛ അർത്ഥവരംതേ വൈഡാമാന ധീധാരാബ ക്ഷീരവരംതേ ദൈവം അങ്ങനെ ചെയ്യോ പാസ്റ്റർ? യെസ്, ചെയ്യും. കൃപ വ്യാപരിക്കട്ടെ, രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ഈ പകൽ അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം, ശക്തിയെ ചുമക്കുന്ന ഒരു തലമുറ. ശക്തിയെ ചുമക്കുന്ന
നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ നിന്റെ തലമുറകളെ കയറ്റി കൊണ്ടുപോകാൻ കഴിയുന്ന അനുഭവത്തിനകത്ത് നിന്ന് പ്രസംഗിക്കുന്നത്. ഇത് കേവലം ഒരു ശക്തിയല്ല കുഞ്ഞേ, ഇത് അത്യുന്ന ശക്തിയാണ്. ആ ശക്തിയുടെ ഉറവിടം ഇവനകത്ത് ചലിക്കുക, ഇവനകത്ത് വന്നിട്ടുണ്ട്. അവനെ തൊട്ടവരും അവൻ തൊട്ടവരും അവന്റെ ചരിത്രം മാറിയിട്ടുണ്ട്. കൃപ 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 കൃപ. രോഗികൾ സൗഖ്യമാകട്ടെ. ഈ പകൽ അത്ഭുത രോഗശാന്തികൾ ഇവരകത്ത് വെളിപ്പെടട്ടെ. We thank you for your presence, Father. ഇന്ന് പകൽ ക്രിയേറ്റീവായിട്ടുള്ള ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ആലയത്തിന് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമായി രാമാനാധാരകൾ ആരാധിക്കുന്ന ദൈവം അവൻ ശക്തിയുടെ ഉറവിടമാണ് കേട്ടോ. അവൻ ശക്തി പ്രാപിച്ച ദൈവമല്ല. ഈ ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട്, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശക്തിയെ എന്ത് ചെയ്യണം? അവർക്ക് ഇടയ്ക്കൊക്കെ ശക്തി പുതുക്കി കൊടുക്കണം. ശക്തി പുതുക്കി കൊടുത്താലേ പഴയ ശക്തിയിൽ ഇരിക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ ശക്തിയെ പുതുക്കേണ്ട കാര്യമില്ല. അവൻ ശക്തിയുടെ ഉറവിടമാണ്. അവൻ ശക്തിയുടെ ഉറവിടമാണ്. ഇന്ന് പകൽക്കാല എല്ലാവർക്കും ചെയ്യാൻ കഴിയുമല്ല എൻ്റെ കർത്താവ് ചെയ്യുന്നേ. ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില ക്രിയേറ്റീവായിട്ടുള്ളത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും കേട്ടോ. നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും കേട്ടോ. ആരൊക്കെ എന്നെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ എല്ലാം തകർന്നു, കയ്യിലുള്ള എല്ലാ നന്മകളും അസ്തമിച്ചു, വാഗ്ദത്തങ്ങൾ പലവ എന്റെ കയ്യിൽ നിന്നും നഷ്ടമായി, കണ്ണുനീരല്ലാതെ എന്റെ ജീവിതത്തിനകത്ത് എടുത്തു വയ്ക്കാൻ ഒന്നുമില്ല വാസു എന്ന് കരയുന്ന ആരൊക്കെയുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ വന്ന വേദനകൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിനകത്ത് വന്ന പ്രതിസന്ധികൾ, താങ്ങാൻ കഴിയാതെ പല നഷ്ടങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് വിതച്ചപ്പോൾ നിനക്കിന്ന് പകൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നിന്റെ കയ്യിൽ നിന്ന് പല നഷ്ടങ്ങളുടെ കഥ മാത്രമാണ് നിനക്ക് പറയാനുള്ളത്. ഇന്നവും നഷ്ടപ്പെട്ടു, ഇന്നവും നഷ്ടപ്പെട്ടു, ഇന്നവും നഷ്ടപ്പെട്ടു എന്ന കഥ മാത്രമാണ് നിനക്ക് പറയാനുള്ളത്. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പറയാനൊന്നുണ്ട്. നഷ്ടപ്പെട്ടതിനെ പലതിനെ പിരിച്ചു മടക്കി തരാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. നഷ്ടപ്പെട്ട ഭവനം മടങ്ങി വരും കേട്ടോ. നഷ്ടപ്പെട്ടു പോയ തലമുറകൾ മടങ്ങി വരും കേട്ടോ. നഷ്ടപ്പെട്ടു പോയ നിന്റെ വിദ്യാഭ്യാസത്തെ ദൈവം മടക്കി തരും കേട്ടോ. നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭാവിയെ മടക്കി തരും കേട്ടോ. നഷ്ടപ്പെട്ടു പോയ കുടുംബ ജീവിതത്തെ മടക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് പകൽ നീ വിശ്വസിക്കുക. ഈ ദൈവത്തിന്റെ പ്രത്യേകത, ആ ദൈവത്തിന്റെ ശക്തിയുടെ പ്രത്യേകത, അവൻ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന അവൻ ഒരു ദൈവശക്തിയാണ്. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോ ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ ശക്തിയുടെ ഉറവിടമല്ലേ? ഞങ്ങൾക്ക് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ നിനക്ക് കഴിയില്ലേ? അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഓടി വന്നൊരു പദമുണ്ട്. ഓടി വന്നൊരു പദമുണ്ട്. പൗലോസ് അബ്രഹാമിനെ പറ്റി പറയുന്നൊരു പദമുണ്ട്. അബ്രഹാം ചാരത്തുനിന്ന് തലമുറകളെ അവന് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് അവൻ ദൈവസന്നിധി വിശ്വസിച്ചു എന്ന്. എന്ന് പറഞ്ഞ ഒരു തലമുറ യാഗമർപ്പിക്കാൻ പോകുമ്പോ ഭക്തന്റെ ഹൃദയം മുഴുവനും ഒന്ന് പോയാലും, ഒന്ന് നഷ്ടപ്പെട്ടാൽ, ഒന്നല്ല 1000 തലമുറകൾ എനിക്ക് തരാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്.
അവൻ പറഞ്ഞ പദം കേൾക്കണോ? എൻ്റെ കുഞ്ഞിനെ ഞാൻ വെട്ടി യാഗപീഠത്തിനകത്ത് യാഗവസ്തുവിനെ അടുക്കുന്നത് പോലെ അവൻ്റെ തൊലി ഉരിച്ച് ഞാൻ അടുക്കിയാൽ, അവൻ്റെ പുറത്ത് ഞാൻ വിറക് വച്ച് തീ കത്തിച്ചാൽ, ആ തീ കത്തുന്ന ചാരത്തിനകത്തുനിന്ന് എനിക്ക് തലമുറയെ തരാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയെ അബ്രഹാം വിശ്വസിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ ചലഞ്ച് ചെയ്യുക. എല്ലാം പ്രതികൂലമായിരിക്കുക, എല്ലാം എഗൈൻസ്റ്റ് ആയിരിക്കുക, ഒരു പ്രധാമൻ ഒരു ഫാമേ നല്ല കാലത്തിനൊരു സാധ്യതയും കാണില്ല. എങ്കിലും പറയണം, അതിൻ്റെ നടുവിൽ പറയണം, ഞാൻ ആരാധിക്കുന്ന ദൈവം അവൻ പലതിനെയും മടക്കി തരാൻ കഴിയുന്നവനാണ്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കു പ്രിയരെ, ഈ ശക്തിയുടെ പ്രത്യേകത ഡുനാമിസാണ്. അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവശക്തിയാണ്. ഒരിക്കൽ മോശ അമ്മ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ജനം മുഴുവനും പുറവിറുക്കിയാണ്. ഇവർ പറയുന്നത് ഇന്നലെ വരെ ഞങ്ങൾ ഇറച്ചിക്കലത്തിൻ്റെ സൈഡിലിരുന്നതാണ്. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചില്ലെങ്കിലും മണമെങ്കിലും ഹല്ലേലൂയ കുറച്ച് സ്മെല്ലെങ്കിലും കിട്ടുമായിരുന്നു. നീ മരുഭൂമിയിൽ കൊല്ലാനാണോ കൊണ്ടുവന്നേ? മോശയോട് ദൈവം പറയുന്നു, മോശേ, ഞാൻ ഈ ജനത്തിന് ആഹാരം മാത്രമല്ല, ഈ ജനത്തിന് ഞാൻ മാംസം ഭക്ഷിക്കാൻ കൊടുക്കാൻ പോവാ. മോശ ചോദിച്ചു കാണും, കർത്താവേ, ഈ മരുഭൂമിയിൽ ഒന്നും രണ്ടുമല്ല 30 ലക്ഷം ആൾക്കാർക്ക് എല്ലാ ദിവസവും ഇറച്ചി കൊടുക്കണമെങ്കിൽ എത്ര കാള വെട്ടണം? ഹലോ എത്ര കാള വെട്ടണോ? എത്ര മൃഗങ്ങളെ വെട്ടിയാൽ ഇവർക്ക് ആഹാരം കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാംസാഹാരം കൊടുക്കാൻ കഴിയും. ഈ മരുഭൂമിയിൽ ഒന്നും കാണുന്നില്ല. മോശയോട് പറഞ്ഞൊരു പദമുണ്ട്, മോശേ, ഞാനാണ് പറഞ്ഞത്, ഞാനാണ് ഈ ജനത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്റെ പ്രത്യേകത, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ പ്രത്യേകത ഇല്ലാത്തവനെ സൃഷ്ടിക്കും അവയുമാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം സമുദ്രത്തിന്റെ മേൽ കാറ്റടിപ്പിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ പോകുന്ന ലിവ്യാതാന്റെ തിമിംഗലത്തിന്റെ തലയെ തകർത്ത്. എങ്ങനെ തകർത്തു? കാറ്റടിപ്പിച്ച് തകർത്ത്. അതിന്റെ ശരീരത്തെ മുറിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നമ്മൾ മീൻകടയിൽ പോയ മീന് വെട്ടി വെച്ചിരിക്കുന്നത് പോലെ ലിവ്യാതാന്റെ ശരീരത്തെ ഉരിച്ച് ഓരോരോ മാംസ കഷ്ണമായി അറുത്ത് ആ മാംസ കഷ്ണത്തിന്റെ പുറത്ത് തൊലി കൊണ്ട് മൂടി. അവന് സ്കിന്ന് വന്നു. സ്കിന്ന് മാത്രമല്ല, അവന് തൂവലുകൾ വന്നു, അവന് കാലുകൾ വന്നു, അവന് ചുണ്ടു വന്നു, അവന് തല വന്നു, അവന് കണ്ണ് വന്നു. അവനെ കാടപ്പക്ഷിയാക്കി പറത്തി കൂടാരത്തിന്റെ മുൻപിൽ എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോ ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് പറത്തിയിറക്കുന്ന ഒരു ദൈവത്തെ ഒന്നും രണ്ടുമല്ല 40 വർഷം ലിവ്യാതാന്റെ തലയെ തകർത്ത് ഇസ്രായേലിനെ പോഷിപ്പിച്ചൊരു ദൈവമുണ്ട്. അതിന്ന് പകൽക്കാലം അവനിൽ വ്യാപരിച്ചത് ചെറിയ ശക്തിയല്ല, അവനിൽ വ്യാപരിച്ചത് അത്യന്ത ശക്തിയാണെങ്കിൽ ഇന്ന് പകൽ നീ ഇരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോ ആർക്കൊക്കെ വേണ്ടിയുള്ള കരുതലുകൾ എൻ്റെ ദൈവം അങ്ങനെ തന്നെ പറയുന്നു. കുഞ്ഞൻ, നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ നിന്റെ പാളയത്തിനകത്ത് ഇറങ്ങാൻ പോകുക. ഇറങ്ങാൻ സമയമായി. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ദൈവം അങ്ങനെ പ്രവചിക്കുക. ഈ ആഴ്ചകളിൽ തന്നെ, ഈ മാസത്തിൽ തന്നെ ചില കരുവലുകൾ ഏതൊക്കെ കൂടാരത്തിന്റെ പടിവാതിക്കൽ
ശവാല ഘടകധാര. ഓഹോ ഹോ ധീ 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 എടബാരേ ബരം ശവാല ഘടക. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കുക, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽ നീ കാണാത്ത ചിലവ്, ലിറ്ററലി നീ അത്ഭുതമെന്ന് പറയുമ്പോ തൊടുന്നു 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 ആരാധിക്കുന്ന ചെലവിന്റെ. ഓ ദൈവം തൊടുകയ, ദൈവം തൊടുകയ. കണ്ടതല്ല കുഞ്ഞെ, കണ്ടതല്ല, നീ ചോദിച്ചതല്ല, നീ നനച്ചതല്ല. ഇന്ന് പകൽ നിന്റെ പാളയത്തിനകത്തിറങ്ങുമ്പോ ദൈവം നിനക്ക് വേണ്ടി മറച്ചു വച്ച ചിലവ്. എന്നറിയില്ല ദൈവാത്മാവ്. ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് പറയുന്നു, ചില വാഗ്ദത്തങ്ങൾക്ക് ചിറക് വയ്ക്കുകയാ, ചില വാഗ്ദത്തങ്ങൾക്ക് ചിറക് വയ്ക്കുകയാ. ചില വാഗ്ദത്തങ്ങൾക്ക് ചിറക് വയ്ക്കുക. അബ്രഹാമേ, നിന്റെ കൂടാരത്തിനകത്ത് 3 പുരുഷന്മാർ നിന്റെ കൂടാരത്തിനകത്ത് വന്നപ്പോ നീ അവരെ മരത്തിന്റെ ചുവട്ടിലിരുത്തി അപ്പത്തിന് മാവ് അളന്നെടുത്തു. നിന്റെ തൊഴുത്തിലുള്ള ആമേനാട്ടുകൊറ്റനെ പിടിച്ചറുത്ത് മരത്തിന്റെ ചുവട്ടിൽ വെച്ച എന്റെ ദൂതന്മാരെ അല്ല, എന്നെ നീ ആഭരിച്ചതുകൊണ്ട് അബ്രഹാമേ, നീ എങ്ങനെയാണോ എനിക്ക് വേണ്ടി നിന്നത്, അതുപോലെ ഞാൻ നിന്റെ തലമുറകളെ മരുഭൂമിയിൽ ആഭരിക്കാൻ പോവാ. എന്നോട് ഏതൊക്കെ മാതാപിതാക്കളോട് വ്യക്തമായി ദൂത് കൈമാറുക. നിങ്ങൾ ഇന്നലകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ആത്മാർത്ഥമായി ദൈവരാജ്യത്തിന് വേണ്ടി അളമ്പ് കൊടുത്തെങ്കിൽ നിനക്ക് അളമ്പ് തരാൻ പോകുക. അളവില്ലാതെ കൊടുത്തെങ്കിൽ എന്റെ ദൈവം പറയുക, അബ്രഹാമേ, നിന്റെ തലമുറകളുടെ വാഗ്ദത്തത്തിന് ചിറക് വച്ചാൻ തുടങ്ങി കഴിഞ്ഞു. ഞാൻ ദാവിനെ നിന്റെ പാളയത്തിനകത്ത്, നിന്റെ തലമുറകളുടെ പാളയത്തിനകത്ത് അളവില്ലാതെ കൊടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചും തന്നെ ഇല്ലായ്മയിൽ നീ പോലും മറന്ന് പലർക്കും അളന്നു കൊടുത്തില്ലേ? ഒന്നും നോക്കാതെ നീ അളവില്ലാതെ കൊടുത്തില്ലേ? ദൈവം പറയുക, നിന്റെ ജീവിതത്തിൽ ഞാൻ ക്രിയേറ്റീവായിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. എന്നോട് ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുന്നു, ഇന്നേക്ക് 30 ദിവസത്തിനകം ചില കൂടാരങ്ങൾക്കകത്ത് വാഗ്ദത്തം പറന്നിറങ്ങും. വാഗ്ദത്തം പറന്നിറങ്ങും. നിന്റെ ബുദ്ധിക്ക് അതീതമായി പ്രസംഗത്തിന് മാർക്കിടുന്നവരുണ്ടെങ്കിൽ ഇട്ടോ, എനിക്ക് വിഷയമില്ല. പക്ഷെ ഇന്ന് ഈ വചനത്തെ നീ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം പറയുകയോ, 30 ദിവസത്തിനകം വാഗ്ദത്തം പറന്നിറങ്ങും. വാഗ്ദത്തം
നീ പറയുന്നു എല്ലാം അസ്തമിച്ചു. നീ പറയുന്നു ഇന്നലെ ഞങ്ങൾക്ക് സ്മെല്ലെങ്കിലും ഉണ്ടായിരുന്നു, ഇന്നൊന്നുമില്ല. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു. പക്ഷെ എൻ്റെ ദൈവം പറയുക, ഞാൻ ദാ എൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കാൻ പോവാ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ജീവിതത്തിനകത്ത് വരുന്ന ചില ഒറ്റപ്പെടലുകൾ, ചില ഞെരുക്കങ്ങൾ, ചില വേദനകൾ, ദൈവം നിന്നെ അവിടെ കൊണ്ടെത്തിക്കുന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ വേദനിപ്പിക്കാനല്ല. നീ ഒരു പക്ഷെ ചങ്ക് പൊട്ടി കരയുന്നുണ്ടായിരിക്കാം. കർത്താവേ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് നീ ചോദിക്കുന്നുണ്ടായിരിക്കാം. ഇനി എനിക്കൊരു നല്ല കാലമുണ്ടോ എന്ന് നീ ചോദിക്കുന്നുണ്ടായിരിക്കാം. എനിക്കൊരു നല്ല ഭാവി ഉണ്ടോ എന്ന് നീ ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ സ്നേഹത്തോടെ ഞാൻ ആത്മാവിൽ പറയാ, ചില ദുർഘടമായ മേടുകൾക്കകത്ത്, ചില മരുഭൂമിയുടെ സാഹചര്യങ്ങൾക്കകത്ത് എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടു നിർത്തുന്നതിന് ഒരേ ഒരർത്ഥമേ ഉള്ളൂ. എൻ്റെ ദൈവത്തിന് വാഗ്ദത്തം നിവർത്തി ആ മരുഭൂമിക്കകത്ത് വെച്ച് നിന്റെ ജീവിതത്തിൽ നിറവേറ്റ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാവോ? ലിവ്യാഥാന്റെ തലയെ തകർത്ത് കാടപ്പക്ഷിയെ, നിങ്ങൾ വീട്ടിൽ പോയി ആ വചനമൊക്കെ വായിച്ച് ധ്യാനിക്കണം. ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവസന്നിധി വിശ്വസ്തരായിരിക്കണം, ദൈവസന്നിധി വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തന്മാരെ കാക്കുന്നൊരു ദൈവമുണ്ട്. ആമേ, ഇന്ന് നിങ്ങൾ വായിച്ച സങ്കീർത്തനം, ഞാനിവിടെ ഇല്ലായിരുന്നു എങ്കിലും ഞാൻ കേട്ടു. അകത്ത് പറയുന്നൊരു പദമുണ്ട്, നീതിമാന്റെ സന്തതി ആഹാരം ഇരക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയട്ടെ, ചില കരുതലുകൾ വെളിപ്പെടും. എന്തുകൊണ്ട്? നമ്മുടെ കർത്താവ് അത്ഭുതത്തിൻ്റെ ഉറവിടമാണ്. നമ്മുടെ കർത്താവ് അത്ഭുതത്തിൻ്റെ ഉറവിടമാണ്. പ്രിയരെ, ഇത്രയും അത്ഭുതത്തിൻ്റെ ഉറവിടമായ കർത്താവ് പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചിട്ട് നടന്നു പോവാ. അപ്പോൾ 12 വർഷമായി, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? 12 വർഷമായി രക്തസ്രാവം പിടിച്ച സ്ത്രീ. ഹലോ, രക്തസ്രാവം പിടിച്ച സ്ത്രീ. അർത്ഥം രക്തസ്രാവം എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. രക്തത്തെ ഊറ്റിയെടുക്കുക, ശരീരത്തിലുള്ള രക്തം മുഴുവനും നഷ്ടമാകുക. വചനം പറയുന്നു, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ഹലോ, എവിടെയാണ് ജീവൻ ഇരിക്കുന്നത്? രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അർത്ഥം 12 വർഷമായി രക്തം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിനർത്ഥം 12 വർഷമായി അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? 12 വർഷമായി അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 വർഷമായി അവളുടെ ശരീരം മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 12 വർഷമായി അവളെ മരണം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനിൽ രക്തത്തിൽ വെളിപ്പെടുന്ന ജീവനെ ഓരോ ദിവസവും അവളിൽ നിന്നും നഷ്ടപ്പെടുത്തി മരണത്തിന്റെ അംശത്തെ അവളുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ചെയ്തത് കേൾക്കണോ? പല വൈദ്യനാല് ചികിത്സിച്ചു, പല വൈദ്യന്റെ അടുക്കൽ പോയി, പക്ഷെ അവൾക്കൊരു സൗഖ്യം കിട്ടിയില്ല. ഇന്ന് പകൽക്കാല പലരിലും ആശ്രയിച്ചിട്ട്, പലരുടെ മുൻപിലും പോയിട്ട്, പലരെയും അഭയം തേടിയിട്ട് ഒന്നും നടക്കാത്തവരെന്നെ കേൾക്കുന്നുണ്ടോ? പക്ഷെ ആ സ്ത്രീയുടെ പ്രത്യേകത കേൾക്കണമോ? അവൾ യേശു വരുന്നു എന്നറിഞ്ഞപ്പോ, അവൾക്ക് മനസ്സിലായി, എന്നിൽ നിന്നും നഷ്ടപ്പെടുന്നത് ജീവനാണ്. എന്നിൽ നിന്നും നഷ്ടപ്പെടുന്നത് ജീവനാണ്. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സാക്ഷാൽ നിത്യജീവനായവൻ ഈ വഴി കടന്നു പോകുന്നുണ്ട്. ആരോടൊക്കെ ദൈവം പ്രവചിക്കുക, മരണം വിതയ്ക്കാൻ കാത്തിരിക്കുന്ന, നിന്നിൽ നിന്ന് ജീവനെ അടർത്തിയെടുക്കാൻ കാത്തിരിക്കുന്ന ചില ഇരുട്ടിന്റെ പദ്ധതികളെ പൊളിക്കുക. നിത്യജീവനായവൻ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്.
റാബാല ഘടക ബരാശഖാമനാരകൾ ഖമരബല ഘടക അർത്ഥമാന ഘടക ചൂടാരകൾ ഖമരബല ഘടക ധിരി ഖമരബല ഘടക ധാരവൈച്ചവാല അർത്ഥമാന വൈഡമാന ഘടക ധാര 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 ധാരം 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 ധാര അർത്ഥപരം തുര വൈഡപരം തുര വൈഡപരഗവ അർത്ഥപരം തുര വൈഡപരം ദ ശീബര വൈഡ അർത്ഥമാന ആ നിത്യജീവനായവൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൂടെ ഉലാകുന്നുണ്ട്. ഇന്ന് പകൽ ജീവിതത്തിനു നടുവിൽ മരണം മാത്രമേ ഉള്ളൂ പാസ്റ്ററേ എന്ന് പറയുമ്പോ ആരെങ്കിലും തന്റെ ഇടത്തോടെ കയറി ഒന്ന് തൊട്ടാ ഇന്ന് പകൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടും. രാമനാഥാര ഘടക ഓ ശമാന ഘടക എമ്മ അറിയില്ല. വചനം ചലിക്കുക, വചനം ചലിക്കുക. എന്റെ പ്രസംഗമല്ല, വചനം ചലിക്കുക, വചനം ചലിക്കുക. റബാല ഘടക ധാര ധീരജാല ഘടക ധാര അർത്ഥമാന ധീരജാല ഘടക ശബാര അരബ റീബല വൈഡബരം ധര വൈഡബരം ധ ശബാരകൾ ഖമനമല ഘടക ധരാറുകൾ ഖമന അറാ ഷാ റൈ ഖമാൻ ശബാരകൾ ഖമനമല ശബാരകൾ ഖബ റിമാനധാരകൾ ഖബ. ഇവരെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയുടെ ലൈവ് മീറ്റിംഗ് കണ്ടിട്ട് ഒരു വ്യക്തി കോഴിക്കോടിനടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ പദം ഇങ്ങനെയാണ്: പക്ഷെ കഴിഞ്ഞ ആഴ്ച ചർച്ചയിൽ പോകാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങളുടെ ലൈവ് ഞാൻ ടി വിയിലിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും എൻ്റെ വീട്ടിനകത്തില്ല, എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ. അമ്മ എൻ്റെ ഹസ്ബൻഡ് ബിസിനസിൻ്റെ ആവശ്യമായിട്ട് വേറൊരു രാജ്യത്ത് പോയിരിക്കുകയാണ്. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശാസിച്ച സമയത്ത് എൻ്റെ ശരീരത്തിനകത്തുനിന്ന് ഞാൻ ലൈവായോണ്ട് എടുത്തു പറയുന്നില്ല എങ്കിലും പറയുക, അമ്മ നെറ്റിപ്പട്ടം ധരിച്ചൊരു സാധനം ഇറങ്ങിപ്പോകുന്നതായിട്ട് കണ്ടെന്ന്. ഇന്ന് പകൽക്കാലം വല്ലതും പിടികിട്ടിയോ? ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിക്ക് നിന്റെ അകത്തിരിക്കുന്ന ചില മരണത്തിന്റെ ശക്തികളെ പുറത്താക്കാൻ ശക്തിയുണ്ടെന്ന്. ഇന്ന് പകൽ രോഗം കൊണ്ടിടുന്ന ചില രോഗാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക. ചില പിന്നെ ജീവിതത്തെ വെല്ലുവിളിക്കുമ്പോ കുടുംബത്തിനകത്ത് മരണത്തിന്റെ കൊഴാമെ കരിങ്കടി പാറിക്കുമെന്ന് വെല്ലുവിളിയോടെ വിൽക്കുന്നതിന് ഇരുട്ടിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ശവം പുറത്തു പോകാൻ. വലിയ ദൈവശക്തി, വലിയ ദൈവമകത്വം, വലിയ ദൈവശക്തി, വലിയ ദൈവമകത്വം. ശബാര ഘടക ധാര ധാര ലഖമാന ധൂരധാര ശബാരകൾ ഖമന ബലഘടക. പ്രിയരെ, 12 വർഷമായി ഇവളിൽ നിന്ന് ചോർത്തുക. എന്ത്? രക്തത്തെ. രക്തം ചോരുക എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന് ജീവനെ ചോർത്തിയെടുക്കുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ പോലും അറിയാതെ നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് എന്തെങ്കിലും ചോർത്തുന്നുണ്ടോ? ഭവനത്തിനകത്തുനിന്ന് സമാധാനം ചോരുന്നുണ്ടോ? നിന്റെ തലമുറയുടെ കുടുംബ ജീവിതത്തിനകത്ത് സമാധാനം ചോരുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനയെ ചോർക്കുന്നുണ്ടോ? നിന്റെ ദൈവകൃപയെ ചോർത്തുന്നുണ്ടോ? നിന്റെ വചന ധ്യാനത്തെ ചോർത്തുന്നുണ്ടോ? അവന്റെ ലക്ഷ്യം മരണമാണ്. അവന്റെ ലക്ഷ്യം ആത്മീക മരണമാണ്. അവന്റെ ലക്ഷ്യം നിന്നെ തകർക്കുകയാണ്. ഇന്ന് പകൽ ദൈവസഭ പ്രതികരിച്ചോണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനത്തെ ചോർത്തുന്ന, അഭിഷേകത്തെ ചോർത്തുന്ന, നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയെ ചോർത്തുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ. ഓ ശാബ രാധ രാധ ലാഭ രാമനാഥ ഘടക ധാര 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 ശബാല ഘടക. കൃപ 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 കൃപ. ഈ ഹാളിൽ മാത്രമല്ല, ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരുടെ മേലും ഇനി കാണാൻ പോകുന്നവരുടെ മേലും ഇന്ന് പകൽ ചോർത്തുന്ന ചിലവിനെ, ചോർത്തിക്കളയുന്ന ചിലവിനെ അഭിഷേകം ബന്ധിക്കുക.
ഇന്നലെ വിശ്വാസമുണ്ടായിരുന്നു, ഇന്നലെ ആരാധനയുണ്ടായിരുന്നു, ഇന്നലെ ആരാധന എന്ന് കേട്ട ഓടി കയറുമായിരുന്നു, ഇന്നലെ പ്രാർത്ഥന എന്ന് കേട്ട ആദ്യമേ വന്നിരിക്കുമായിരുന്നു, ഇന്നലെ വചനം ധ്യാനിക്കണമെന്ന് ചിന്തിച്ച ആദ്യമേ പോയി ബൈബിൾ തുറക്കുമായിരുന്നു. ഇതെല്ലാം ചോർത്തി. അവന്റെ ലക്ഷ്യം നിന്റെ പണമല്ല, അവന്റെ ലക്ഷ്യം നിന്റെ വീടല്ല, അവന്റെ ലക്ഷ്യം നിന്റെ ബിസിനസ് അല്ല. നിന്നെ ആത്മീക മരണത്തിൽ കൊതുക്കിക്കളയോ, നിന്നെ മരണത്തിനകത്ത് ഒതുക്കിക്കളയോ. ചിലത് ഇന്ന് പകൽ കുടഞ്ഞുകളാ, ചിലത് ഇന്ന് പകൽ കുടഞ്ഞുകളോ. ഓ, ജീവനവരെ കയറി കടിച്ച ചില അണലികളെ. പ്രിയരെ, ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ സ്നേഹത്തോടെ പറയാം, ഇന്നലെ ആരാധനയ്ക്ക് ഓടി വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്നലെ വീട്ടിനകത്ത് പ്രാർത്ഥന നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നീ പ്രാർത്ഥിക്കുമായിരുന്നു, നീ സ്തുതിക്കുമായിരുന്നു. അന്ന് നിന്റെ വീട്ടിനകത്ത് പണമില്ലേലും സമാധാനം ഉണ്ടായിരുന്നു, അന്ന് നിന്റെ കയ്യിൽ നന്മയില്ലേലും സന്തോഷം ഉണ്ടായിരുന്നു, അന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ലേലും നിന്റെ വീട്ടിനകത്ത് ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷെ ഇതല്ല ശത്രു എന്ത് ചെയ്തു? ചോർത്തിക്കളഞ്ഞു. സമാധാനത്തെ ചോർത്തി, സന്തോഷത്തെ ചോർത്തി, പ്രാർത്ഥനയെ ചോർത്തി, ആമേൻ, വചനധ്യാനത്തെ ചോർത്തി, എന്തിന്? വിശ്വാസത്തെ പോലും ചോർത്തി. ചടങ്ങിന് വേണ്ടി പെന്തക്കോസുകാരനായതുകൊണ്ട് ഞാൻ ബൈബിളും കൊണ്ടുവരുന്നു, ഞാൻ വന്നിരുന്ന് കൈയടിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. പലവിനെയും ചോർത്തിക്കളഞ്ഞ ഇരുട്ടിന്റെ വ്യാപാരത്തിന്റെ ലക്ഷ്യം കുഞ്ഞേ നിന്റെ മരണമാണ്, നിന്റെ ആത്മീക മരണമാണ്, നിന്നെ എവിടെയൊക്കെ ഒതുക്കിക്കളയാനാണ്, നിന്നെ എവിടെയൊക്കെ ബന്ധിച്ചു തീർക്കാനാണ്. ഇന്ന് പകൽ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുക, കുഞ്ഞെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടങ്ങുക. ഹലോ, 12 വർഷമായിട്ട് ചോർത്തുക. 12 വർഷം എന്താ ചോർത്തുന്നേ? ജീവനെയാ ചോർത്തുന്നേ, ജീവനെയാ ചോർത്തുന്നേ. എന്ന് പറഞ്ഞാൽ മരണത്തെ അവൾ പോലും അറിയാതെ അവളുടെ ശരീരത്തിനകത്ത് ഇൻസർട്ട് ചെയ്യുക. നീ അറിയുന്നില്ല, നീ ചിന്തിക്കുന്നു സ്മൂത്തായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്, ആവശ്യത്തിന് നന്മയുണ്ട്, ആവശ്യത്തിന് വഴികളുണ്ട്. പക്ഷെ നീ അറിയുന്നില്ല, നിന്നിൽ നിന്ന് പലതും ചോരുക. നിന്റെ തലമുറ നിന്റെ കൈവിട്ടു പോവുക, നിന്റെ കുടുംബം നിന്റെ കൈവിട്ടു പോവുക, നിന്നിൽ നിന്ന് പലതും നഷ്ടപ്പെടുക. കുഞ്ഞെ, ഇന്ന് പകൽ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ്, ഇന്ന് പകൽ നിത്യജീവൻ തരുന്ന ഒരു കർത്താവിനെ എനിക്കറിയാം. ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിത്യജീവൻ തരാൻ കഴിയുന്ന ഒരു കർത്താവിനെ എനിക്കറിയാതെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വചനം പറയുന്നു, 12 വർഷമായി അവൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലോ, മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവൾ ഒരു വാർത്ത കേട്ടേ, ആമേ, പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച ഒരുവൻ ഈ വഴി വരുന്നുണ്ട്, ഒരുവൻ ഈ വഴി വരുന്നുണ്ട്. അവന്റെ മേലൊരു ശക്തിയുടെ ഉറവിടമുണ്ട്. ഹല്ലേലൂയ. അവന്റെ മേൽ എന്തുണ്ട്? ശക്തിയുടെ ഉറവയുണ്ടെന്നല്ല, അവൻ തന്നെയാണ് ഉറവിടം. അവൻ തന്നെയാണ് ഉറവിടം. വലിയ പുരുഷായിരം, ആയിരങ്ങൾ, 10,000 ഇരിക്കുക. പക്ഷെ അവൾ എന്ത് ചെയ്തു? അവൾ എഴുന്നേറ്റു. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, മരണം വെളിപ്പെടുന്നതിന് മുമ്പ്, ആത്മീക മരണം വെളിപ്പെടുന്നതിന് മുമ്പ്, ആമേ, ജീവിതം തകർന്നു പോകുന്നതിന് മുമ്പ് ദൈവം അവസാനമായിട്ടൊരു ചാൻസ് തരിക. ഇന്ന് പകൽ എഴുന്നേക്കാൻ മനസ്സുണ്ടോ? എഴുന്നേക്കാൻ മനസ്സുണ്ടോ? ഇരിക്കുന്ന കംഫർട്ട് സോൺ വിട്ട് ഒന്ന് ചാടി എഴുന്നേക്കാൻ മനസ്സുണ്ടോ? കർത്താവേ, ഞാൻ തയ്യാറാണ്, എന്നെ ഒന്ന് വിടുവിക്ക്, ഞാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. പഴയതിനേക്കാളും അധികമാ അങ്ങയ്ക്ക് വേണ്ടി ഓടാ, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കോ, എരിവോടെ, അഭിഷേകത്തോടെ നിൽക്കോ.
ബൈബിളിലൊരു പദമുണ്ട്, പണ്ടത്തെ പോലൊരു നല്ല കാലം. ഇന്ന് ദൈവം ചോദിക്കുക, മരണം മാറണോ? നീ ചിന്തിക്കുന്നത് പോലെയല്ല. എല്ലാം തകരുമ്പോഴേ നീ അറിയൂ. നീ നിൽക്കുന്ന മണ്ണെല്ലാം ഒലിച്ചു തീരുമ്പോഴേ നീ അറിയൂ നീ വീണെന്ന്, നീ തീർന്നെന്ന്, നിന്റെ കുടുംബം അവസാനിച്ചെന്ന്. ഇനി നിനക്ക് ദിവസങ്ങളെ ഉള്ളൂ എന്ന് നീ അപ്പോഴേ അറിയത്തുള്ളൂ. മരണത്തിന് കീഴ്പ്പെട്ടെന്ന് നീ അന്നേ അറിയൂ. പക്ഷെ ഇന്ന് ദൈവം പറയുക, ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ തയ്യാറുണ്ട്. ഇവിടെ ഒരു കർത്താവ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കർത്താവ് വന്നിട്ടുണ്ടതേ. അവൻ ശക്തിയുടെ ഉറവിട. അവൻ ശക്തിയുടെ ഉറവിടമാ. ആ ശക്തിയുടെ ഉറവിട ആ പട്ടണത്തിലേക്ക് പോയപ്പോ 12 വർഷമായി രക്തസ്രാവം പിടിച്ച സ്ത്രീ വീട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ പട്ടണത്തിലേക്ക് ഓടി. യേശുവിനെ കാണാൻ കഴിഞ്ഞില്ലേലോ. അവൾ പറഞ്ഞത് ഇങ്ങനെയാ, അവനെ തൊടാൻ കഴിഞ്ഞില്ലേലോ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും. ഹേ, 12 വർഷമായിട്ട് രക്തസ്രാവം പിടിച്ച് വീട്ടിനകത്തൊതുക്കിയ നീ എങ്ങനെ തിരിച്ചറിഞ്ഞു? എങ്ങനെ തിരിച്ചറിഞ്ഞു അവന്റെ വസ്ത്രത്തിനകത്ത് പോലും ദൈവശക്തി ഉണ്ടെന്ന്? ഓ ശബറാമാനാഥാരകൽക്കവ. അതിന്റെ പേരാ വിശ്വാസം. അതിന്റെ പേരാ വിശ്വാസം. അതിന്റെ പേരാ വിശ്വാസം. ഇന്ന് പകൽക്കാലം പ്രിയരെ, 2 തരത്തിൽ ദൈവത്തെ തൊടാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 2 തരത്തിൽ ദൈവത്തെ സ്പർശിക്കാം. ഹലോ, ഒമ്മ ശരീരം കൊണ്ട് സ്പർശിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവിടെ ഉണ്ടായിരുന്ന 100 കണക്കിന് പേര്, എന്തിനേറെ പറഞ്ഞ പത്രോസ് പോലെ യേശുവിനെ തൊട്ടു. യേശുവിനെ തൊട്ടു. തിക്കിലും തിരക്കിലും പെട്ട് അറിഞ്ഞും അറിയാതെയും യേശുവിൻ്റെ ശരീരത്തെ ശരീരം കൊണ്ട് തൊട്ടു. പക്ഷേ ഈ സ്ത്രീ യേശുവിനെ തൊട്ടത് അവളുടെ കൈ കൊണ്ടല്ല. ഹലോ 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 ആമൻ. ഈ സ്ത്രീ യേശുവിനെ തൊട്ടത് യേശുവിൻ്റെ ശരീരം കൊണ്ടല്ല. യേശുവിനെ തൊട്ടത് അവളുടെ ശരീരം കൊണ്ടല്ല. ശരീരം കൊണ്ടാണ്, പക്ഷെ അവൾ തൊട്ടത് വിശ്വാസം കൊണ്ടാ. ഓ റാം താരകൽക്കവ. ബാക്കിയുള്ള 1000 തൊട്ടത് ശരീരം കൊണ്ടാ, പക്ഷെ ഇവൾ തൊട്ടത് മാത്രം സംതിങ് സ്പെഷ്യൽ. അവൾ വിശ്വാസം കൊണ്ട് തൊട്ടു. ഇന്ന് പകൽ നീ വിശ്വാസം കൊണ്ട് ദൈവത്തെ കയറി പിടിച്ചാൽ, ദൈവത്തെ തൊട്ട, ഇന്ന് പകൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെടും. രാമനാഥലകടക. ഇന്നു പകൽ ആരെയും നോക്കണ്ട, ആരെയും നോക്കണ്ട. അവര് കൈയടിക്കുന്നുണ്ട്, ഇവര് കൈയടിക്കുന്നുണ്ട്, അവർ ഈ ദൂത് ഏറ്റെടുക്കുന്നു. നിന്റെ വിഷയമല്ല. ഇന്നു പകൽ നീ തൊട്ടോ, വിശ്വാസം കൊണ്ട് തൊട്ടോ. ഇന്നു പകൽ നിന്റെ വഴികൾ തുറക്കും. വൈഡബാല ഹച്ചാബാല ഹടകത്താരബനം തുര വൈഡബരം തുര വൈഡബ അഥമാന ധീരധാര ധീരധാരബരം തുര വൈഡബരം ധ. ആരൊക്കെ വിശ്വാസം കൊണ്ട് തൊടുക? The faith touch is happening here. വിശ്വാസത്തിന്റെ സ്പർശനം ഇന്ന് പകൽ ഇതിനകത്ത് റിലീസ് ചെയ്യാതെയാ. തകർന്നുപോയ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ ആഗതനായ കർത്താവിനെ വിശ്വാസം കൊണ്ടൊന്ന് തൊട്ടേ. വിശ്വാസം കൊണ്ടൊന്ന് തൊട്ടേ. നിന്റെ രോഗ ഏത് ഭാഗത്താണേലും വിശ്വാസം കൊണ്ടൊന്ന് തൊട്ട് അതിപ്പോ സൗഖ്യം. നിന്റെ മറുപടി എവിടെ കിടന്നാലും ഇവിടെ ഇരുന്ന് വിശ്വാസം കൊണ്ട് നീ ദൈവത്തെ ഒന്ന് തൊട്ടാൽ, എന്നറിയില്ല, എന്നെ ദൈവം അങ്ങനെ തന്നെ പറയുക. ഓ, ഇവിടെ ഇരുന്ന് ആരൊക്കെ രാജ്യങ്ങളുടെ വാതിലുകളെ തുറക്കുക. വിശ്വാസം കൊണ്ട് തൊട്. വിശ്വാസം. വിശ്വാസത്താൽ ഒന്ന് തൊട്ടേ. മരണം മാറും കേട്ടോ. എത്ര വലിയ മാരാരോഗവും സൗഖ്യവും
സൗഖ്യവും സൗഖ്യവുമേ. അർഹതയില്ലാത്ത പാപി നിനക്ക് വരും. നിന്നെ ജീവിതത്തിനകത്ത് മരണം വിതയ്ക്കുമെന്ന് പറയുന്ന ഇരുട്ടിന്റെ വ്യാപാരം മാറിയിട്ട് ജീവൻ വെളിപ്പെടും. ഞാൻ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള സ്പർശനമുണ്ട്. ഒന്ന് ജനക്കൂട്ടത്തിന്റെ സ്പർശനമുണ്ട്, രണ്ട് വിശ്വാസത്തിന്റെ സ്പർശനമുണ്ട്. വിശ്വാസത്തിന്റെ സ്പർശനം നടക്കുന്നത് ശരീരം കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്പർശിക്കാൻ കഴിയും കേട്ടോ. രണ്ട്, ദൈവാശ്രയത്തിൽ സ്പർശിക്കാൻ കഴിയും. ഞാൻ ആരിലും ആശ്രയിക്കുന്നില്ല, എൻ്റെ ആശ്രയം കർത്താവിൽ മാത്രമാണ്. അങ്ങനെ നീ പറയുമ്പോൾ ദൈവാശ്രയത്തിൽ നീ സ്പർശിക്കുക. രണ്ട്, ഹൃദയം കൊണ്ട് നിനക്ക് സ്പർശിക്കാൻ പറ്റുക. ഈ രണ്ട് സ്പർശനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഇവിടെ അടുത്ത് നെടുമങ്ങാട് ചുള്ളിമാനൂരുള്ള ലൈവാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു ദൈവദാസന്റെ ചർച്ചിൽ പോവുക. അവിടേക്ക് ഇവിടെയല്ല, നമ്മുടെ വർക്കലയ്ക്കടുത്താണ് അവരുടെ ബ്രാഞ്ച് ചർച്ചുള്ളത്. ആ ചർച്ചിൽ വർഷിപ്പ് ചെയ്യുന്ന ഒരു ദൈവദാസിയാണ്. അവരെന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചത് ഒരു എക്സാമുമായുള്ള ബന്ധത്തിലാണ് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവരുടെ 8 വയസ്സായപ്പോൾ അപ്പൻ മരിച്ചുപോയി. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്പൻ്റെ മരണമുഖാന്തരം ഉണ്ടായിരുന്ന നന്മകളെല്ലാം ബന്ധുക്കളെടുത്തു. ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൈവത്തെ അറിഞ്ഞത്. പക്ഷെ യൗവനകാലത്ത് ഒരു ക്യാമ്പിലിരുന്നപ്പോൾ ഒരു ദൈവദാസൻ തലയെ കൈവച്ചിട്ട് ഒറ്റ ദൂത, ഇവർക്ക് പഠിക്കാൻ വലിയ കഴിവൊന്നുമില്ല, ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഒറ്റ ദൂത തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ദൈവം എന്നെ ജർമ്മനി എന്നൊരു രാജ്യം കാണിക്കുന്നു. അന്ന് അവർക്ക് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം എഴുതാൻ പോലും അറിയത്തില്ല. പക്ഷെ എന്നെ വിളിക്കുന്ന സമയത്ത് ജർമ്മനിയിൽ നിന്നാണ് വിളിക്കുന്നേ. ഹലോ, ജർമ്മനിയിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നോട് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചു ദൂത് പറഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്റർ സ്വപ്നം കാണാൻ ഒന്നുമില്ലായിരുന്നു. അപ്പനില്ലാത്തവളെന്ന കളിവാക്ക് കേട്ട് ജീവിതമെല്ലാം തകർന്നിരുന്നപ്പോഴാ ആ ദൂത് ഞാൻ കേട്ടത്. പക്ഷെ ആ ദൂത് കേട്ടപ്പോൾ എൻ്റെ മുൻപിലിരുന്ന ബൈബിളിന്റെ മുകളിൽ ഞാൻ എഴുതി വെച്ചു, എനിക്ക് ദൈവം ജർമ്മനി എന്ന് പറയുന്ന രാജ്യമൊരുക്കും. ഹലോ, അതിൻ്റെ പേരാണ് വിശ്വാസത്തിന്റെ സ്പർശനം. ഹല്ലേലൂയ. സാഹചര്യം എതിരാണ്. ഞങ്ങള് വെറും 1000 രൂപയുടെ വാടക വീട്ടിനകത്ത്, ചോർന്നലിക്കുന്ന വീട്ടിനകത്താണ് കിടന്നത്. ഒരു സാധ്യതയില്ല. എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഹസ്ബൻഡ്, വിദ്യാഭ്യാസമൊന്നുമില്ല ഹസ്ബൻഡിന്. പക്ഷെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം വന്നത്. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. കേൾക്കണോ, ടെസ്റ്റുകൾ പലതും എഴുതി. പക്ഷെ അപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് ജർമ്മനി. ദൈവം എന്നോട് പറഞ്ഞു, ഒരർദ്ധരാത്രിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നീ വേറൊരു രാജ്യത്തിലേക്ക് നോക്കണ്ട, ഞാൻ നിന്നെ അയക്കാമെന്നിട്ട് പറഞ്ഞിടത്തേക്ക് സ്റ്റെപ്പ് വയ്ക്ക. ഹല്ലേലൂയ. B1 എഴുതി, B2 കംപ്ലീറ്റ് ആയില്ലേലും എങ്ങനെയൊക്കെ അവിടെ കയറിപ്പോയി. പക്ഷെ അവിടെ പോയിട്ട് B2 എഴുതാമെന്ന് കരുതി അവിടെ നിന്നപ്പോൾ ഒത്തിരി പ്രതിസന്ധി. ചെറിയ ജോലിക്ക് കയറി നേഴ്സാണെങ്കിലും പെർമനൻ്റ് ശമ്പളമില്ല. 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, ബുദ്ധി കുറവാണ്, പക്ഷെ ഫെയിലുവറായി. അപ്പോഴും പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ ജർമ്മനിയിൽ നിർത്തും. ഹല്ലേലൂയ. കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് പിൻ നമ്പർ ലഭിച്ചു. പ്രിയരെ, ഹൃദയം തൊട്ട് പറയാം, വിശ്വാസത്താൽ ദൈവത്തെ സ്പർശിക്കാൻ കഴിയും. ശരീരം കൊണ്ട് സ്പർശിച്ചാൽ പറ്റില്ല, വിശ്വാസം കൊണ്ട് തൊടണം, ഹൃദയം കൊണ്ട് തൊടണം. ഇന്നത്തെ നിന്റെ സാഹചര്യമല്ല വിഷയം, ആരാണ് നിന്റെ കൂടെയുള്ളൂ എന്നതാണ് വിഷയം. ആരെയാണ് നീ, ദൈവത്തെ സ്തുതിക്കുന്നവളാണോ അല്ലയോ എന്നതാണ് വിഷയം. ഞാൻ ആത്മാവിൽ പറയാം, കെരീത്താണോ കാക്ക വരും. വേർപെട്ട് നിൽക്കുന്നവനാണോ കാക്ക വന്നിരിക്കും. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, വിശ്വാസത്താൽ തൊട്ടാൽ നിന്റെ ജീവിതം മാറും. അപ്പനമ്മമാർ പറഞ്ഞു കൊടുക്കണം ദൈവത്തോട്, മക്കളെ ഞങ്ങളെല്ലാം വിശ്വാസത്താൽ ജീവിച്ചതാ, ഇന്ന് കാണുന്നതെല്ലാം ദൈവം തന്നതാ.
വിശ്വാസത്താൽ ഇറങ്ങിയതുകൊണ്ട്, വിശ്വാസത്താൽ ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട്, വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, സ്നേഹത്തോടെ ഞാൻ പറയാ, ആ വിശ്വാസത്തിന്റെ വാക്കൊന്നും മക്കളുടെ മുമ്പിൽ പച്ചു പറയരുത്. വിശ്വാസത്തിന്റെ വാക്കേ നിന്റെ നാവിനകത്തുനിന്ന് വരാവൂ. ആ വിശ്വാസത്തിന്റെ വാക്ക് വന്നാൽ അവർ അവിശ്വാസികളായി പോകും. പക്ഷെ വിശ്വാസത്തിന്റെ വാക്ക് വന്നാൽ നിന്റെ ഭവനത്തിനകത്ത് ജീവൻ വെളിപ്പെടുത്തുന്നവരായി മാറും. ഹല്ലേലൂയ. ആ സ്ത്രീ നിശ്ചയിച്ചത് ശരീരം കൊണ്ട് തൊടാനല്ല, വിശ്വാസം കൊണ്ട് തൊടാൻ. അവൾ പോയി തൊട്ടു. എന്ത് ചെയ്തു? ശക്തി പുറപ്പെട്ടു. ദൈവശക്തി പുറപ്പെടണമെങ്കിൽ ശരീരത്തിന്റെ സ്പർശനമല്ല വേണ്ടത്. ഞായറാഴ്ച വന്ന് കൈയടിക്കുകയല്ല വേണ്ടത്. വരുമ്പോൾ തന്നെ വിശ്വാസത്തിന്റെ സ്പർശനം തുടങ്ങും. വിശ്വാസത്തിന്റെ സ്പർശനം തൊട്ടാൽ, ഞാൻ ആത്മാവിൽ പറയാം, ഇവിടെ ഇരുന്ന് തൊട്ടാൽ മതി, വിടുതൽ നടക്കേണ്ടടുത്ത് വിടുതൽ നടക്കും. രാജ്യങ്ങളെ നിനക്ക് സ്പർശിക്കാൻ കഴിയും. പട്ടണങ്ങളെ നിനക്ക് സ്പർശിക്കാൻ കഴിയും. നിനക്ക് ഇന്ന് ഭാരമാകുന്ന വിഷയത്തിനകത്ത് ജീവൻ വെളിപ്പെടുത്താൻ വിശ്വാസത്തിന്റെ സ്പർശനത്തിന് കഴിയും. ഇന്ന് പകൽ ആരെ കൊണ്ട് കഴിയും? ദൈവത്താൽ മാത്രമേ കഴിയൂ. ദൈവത്താൽ മാത്രമേ കഴിയൂ. കാരണം അവൻ ശക്തിയുടെ ഉറവിടമാണ്. ആ ശക്തിയുടെ പ്രത്യേകത ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തി നിന്റെ ജീവിതത്തിനകത്ത് തരാൻ കഴിയും. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, വിശ്വാസത്താൽ അവൾ തൊട്ടപ്പോൾ ദൈവത്തിന്ന് ശക്തി പുറപ്പെട്ടു. ഞാൻ കൊതിക്കുന്നു, ഇന്ന് പകൽ ആശീർവാദം പറയുന്നതിന് മുമ്പ് അങ്ങനെ ചിലർ തൊടട്ടെ. ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടട്ടെ. പലതിൻ്റെയും ചരിത്രം മാറട്ടെ. മരണം വിതയ്ക്കുന്ന ചില മരണത്തിൻ്റെ കെട്ടുകളെ എൻ്റെ ദൈവം ബ്ലോക്ക് ചെയ്തിട്ട് ചിലവിൻ്റെ ജീവിതത്തിനകത്ത് ജീവൻ വ്യാപരിക്കട്ടെ. ചിലരുടെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. എന്നോട് ദൈവാത്മാ പറയുന്നു, തലമുറകളുമായുള്ള ബന്ധത്തിൽ കെട്ടപ്പെട്ട ചില കെട്ടുകളെ എൻ്റെ ദൈവം അഴിച്ചുവിട്ട് നിന്റെ ജീവിതത്തിനകത്തൊരു ജീവൻ. എല്ലാ കണ്ണുകളും ദൈവസല്ലാടായിട്ട് ഒറ്റ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഇന്ന് പകൽക്കാല എൻ്റെ പ്രസംഗത്തിന് ഞാൻ ഇവിടെ വിരാമമിടുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസല്ലാടായിട്ട്. ഇന്ന് പകൽ ഒന്ന് രണ്ട് ആശയം കൂടെ പറയണമെന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഇവിടെ വിരാമം വിടുകയാണ്. ആരെയൊക്കെ ദൈവം തൊടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തെ തൊട്ടവർ ഇതിനകത്തുണ്ട്. പക്ഷെ ഇന്ന് പകൽ ദൈവം ചിലരെയും തൊടാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചു തന്നെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആരാധിച്ചോ. പറഞ്ഞതുകൊണ്ട് ആരാധിക്കണ്ട. ലൈവിലൂടെ എന്നെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, ഇന്ന് പകൽക്കാല ഹൃദയത്തിനകത്ത് വിശ്വാസം. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്നേക്ക് 7 ദിവസത്തിൽ എന്തെന്നറിയില്ല, ദൈവാത്മാവിനോട് അങ്ങനെ പറയാൻ പറയുന്നു. ഇന്നേക്ക് 7 ദിവസത്തിനകം ചിലതിൻ്റെ ചരിത്രത്തെ മാറ്റുന്ന, അസാധ്യമെന്ന് ലോകം പറഞ്ഞ ചിലത് സാധ്യമാക്കുന്ന ചില ദൈവത്തിൻ്റെ കരങ്ങളെ നീ കാണാൻ പോകുകയാണ്. ദൈവസഭയ്ക്കകത്ത് എന്നോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, അത്ഭുതങ്ങളുടെ ആരംഭം വെളിപ്പെടത്തക്ക നിലവാരത്തിൽ, നിന്റെ ജീവിതത്തിനകത്ത് നന്മയുടെ ആരംഭം വെളിപ്പെടത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ വിസിറ്റേഷനെ ദൈവാത്മാവ് ഇന്ന് പകൽ എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് നിലത്തിഴച്ചുകൊണ്ട് ചിലതിനെ ആമേ വലിച്ചെറിഞ്ഞ് തകർത്തുകളയാണ്. ശത്രു രഹസ്യ അജണ്ടയിട്ട് ഒരുക്കി വച്ച ചില ബന്ധനങ്ങളുടെ കെട്ടിനെ ആത്മാവ് ഈ പകൽക്കാല അഴിച്ചു മാറ്റി. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില രാക്ഷസ വെല്ലുവിളികളെ ആത്മാവ് ഇന്ന് പകൽ അഴിച്ചു മാറ്റി.
അർത്ഥമാന ഘടകധര ഓ ശബരമന ധര ഘടക അർത്ഥമാന ധീരമാന ഘടക ചാരപരം ധുര വൈഡപരം ധുര റീബാരാബാരീഖമാന. ഒരു നിമിഷം ദിവസം എഴുന്നേറ്റുന്നാട്ടെ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് പകൽ ശരീരം കൊണ്ട് സ്പർശിക്കാൻ നിൽക്കരുത്. വിശ്വാസം കൊണ്ട് സ്പർശിക്കണം. വിശ്വാസം കൊണ്ട് സ്പർശിക്കണം. എല്ലാ കണ്ണും ദിവസം അടയട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നിന്റെ തലമുറക്ക് വേണ്ടിയായിരിക്കാം നീ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ സഹോദരങ്ങൾക്കായിരിക്കാം, കുടുംബത്തിനായിരിക്കാം, ആർക്കും ആയിക്കൊള്ളട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചോ. ചിലപ്പോൾ നിനക്കായിരിക്കാം. ഒത്തിരി വേദനിക്കുന്ന ചില വിഷയങ്ങൾ കണ്ടേക്കാം. നിന്നെ ഫോക്കസ് ചെയ്ത് പിന്തുടരുന്ന, എന്നോട് ദൈവം പറയുന്നു, വർഷങ്ങൾ പഴക്കമുള്ള ചില കെട്ടുകൾ എന്റെ ദൈവം അഴിക്കും. ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച്. ആരും മൗനമായി നിൽക്കരുത്. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു. നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനെ തൊട്ട് നീ പ്രാർത്ഥിച്ചു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില വാഗ്ദത്തങ്ങൾ ചിറക് വയ്ക്കും. വിശ്വാസത്താൽ നീ തൊട്ടാൽ ചില വാഗ്ദത്തങ്ങൾ ചിറക് വയ്ക്കും. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് മരണം വിതയ്ക്കുമെന്ന് വിധി എഴുതിയ ചില കുടുംബങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ നിലവിളി ഉയർത്തുമെന്ന്. ചില മരണത്തിന്റെ കെട്ടുകളെ ദൈവം അഴിക്കുന്ന പകലാണ്. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയരട്ടെ. ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ വിശ്വാസത്താൽ അങ്ങേ സ്പർശിക്കുകയാണ്. അക്കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഞാൻ വിശ്വാസത്താൽ ഒന്ന് സ്പർശിക്കുക. അങ്ങനെ ഞാൻ തൊടുകയാണ്. 12 വർഷം രക്തസ്രാവം പിടിച്ച സ്ത്രീ വിശ്വാസത്താൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടതുപോലെ ഈ പകൽ ഞാൻ ആ ഫെയ്ത്തിൽ അങ്ങ് ടച്ച് ചെയ്യുമ്പോൾ അങ്ങിൽ നിന്ന് ആ ശക്തി പുറപ്പെടട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ പറഞ്ഞല്ലോ, ഈ ശക്തി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ശക്തിയാ. നീ പരാജയമെന്ന് ലോകം വിധി എഴുതിയെങ്കിൽ നിന്നെ ജയിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാ. നിനക്ക് നല്ലൊരു കാലം തരാൻ കഴിയുന്ന ഒരു ശക്തിയാ. റോമാലേഖനം പറയുന്നു, അബ്രഹാമിന്റെ വാഗ്ദത്ത കാലം അടുത്തു. എല്ലാം തകർന്ന് 99 വയസ്സായപ്പോ അവനിൽ വാഗ്ദത്ത കാലത്തെ വെളിപ്പെടുത്താൻ കഴിഞ്ഞ ശക്തിയാ. ഒന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചേ. വിശ്വാസത്താൽ ഒന്ന് തൊട്ടേ, ഒന്ന് വിശ്വാസം. പ്രാർത്ഥിച്ചു, 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 പ്രാർത്ഥിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചോ. ഇന്ന് പകൽക്കാലം നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ അല്ല. ഞാൻ ശരീരം കൊണ്ടല്ല കർത്താവേ, ഞാൻ വിശ്വാസം കൊണ്ട് തൊടുക. ഞാൻ ഇന്ന് തൊട്ടാൽ 12 വർഷത്തെ എന്റെ ജീവനെ ചോർത്തിയ ചിലവിന് ഈ പകൽ ഫുൾ സ്റ്റോപ്പിന്
ചിലത് ആത്മാവിൽ പിടിക്കുക, ആത്മാവിൽ തൊടുക. നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്താൽ പറ. നിനക്ക് നല്ല ഭാവി ഉണ്ടാകും. വിശ്വാസത്തിൽ പറ. നിന്റെ സഭ വർദ്ധിക്കും. വിശ്വാസത്തിൽ പറ. ആയിരങ്ങളെ നീ സ്നാനപ്പെടുത്തും. വിശ്വാസത്തിൽ പറ. നിനക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കും. നിനക്ക് വേണ്ടി പട്ടണങ്ങൾ ഒരുങ്ങും. നിന്റെ തലമുറയെ ദൈവം മാനിക്കും. അവൻ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓട്ടിക്കും. തൊട്ടോ വിശ്വാസത്തിന്റെ സ്പർശനം, വിശ്വാസത്തിന്റെ സ്പർശനം. ഈ നിമിഷം സ്വർഗമേ, സ്വർഗമേ, കർത്താവേ, യേശുവേ, ഭാവിപുത്ര, ഇന്നു പകൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ആമേൻ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ഇന്നു പകൽ അങ്ങ് വിശ്വാസത്താൽ ഞങ്ങൾ ഭാഷിക്കുക. ഇതുവരെ കാണാത്തത്, ഞങ്ങളുടെ ജീവനെ അപഹരിച്ചത്, ഞങ്ങളെ തകർത്തു കളഞ്ഞത്, ജീവനെ മുടിച്ചു കളഞ്ഞത്, ഇല്ലായ്മപ്പെടുത്തിയ സകലത്തിന്റെ മേലും ഞങ്ങൾ ജയം കൽപ്പിക്കുക. മരണമല്ല, ജീവൻ വെളിപ്പെടട്ടെ. സമൃദ്ധിയായ ജീവൻ വെളിപ്പെടട്ടെ. വാഗ്ദത്തങ്ങൾക്ക് ചിറക് വെക്കട്ടെ. ഇന്നത്തെ 7 ദിവസത്തിനകം ജനം അത്ഭുതം കാണട്ടെ. ഈ ജനത്തെ ഞാൻ അങ്ങനെ കൽപ്പിക്കുക. വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങനെ സ്പർശിക്കുക. The name of Jesus. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തെ കരങ്ങളെ ചേർത്തടിച്ച്